ഭാരതീയ പുരാണങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു അസുരനാണ് നരകാസുരൻ. ഹിരണ്യാക്ഷൻ ഭൂമിദേവിയിൽ ജനിച്ച പുത്രനാണ് നരകാസുരനെന്ന് ഭാഗവതത്തിലും കശ്യപ് പ്രജാപതിക്ക് കാളിക എന്ന പത്നിയിൽ ജനിച്ചവനാണെന്ന് വാൽമീകി രാമായണത്തിലും പ്രസ്താവമുണ്ട്. ഭൂമിദേവിയുടെ അപേക്ഷപ്രകാരം മഹാവിഷ്ണു നരകന് നാരായണാസ്ത്രം നൽകുകയും അത് കയ്യിലുള്ളപ്പോൾ തനിക്കല്ലാതെ മറ്റാർക്കും അവനെ വധിക്കുവാൻ സാധിക്കുകയില്ല എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തുവെന്ന് ഭാഗവത്പുരാണത്തിലെ ദശമസ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. മഹാവിഷ്ണുവിന്റെ വരം ലഭിച്ച നരകൻ പ്രാഗ്ജ്യോതിഷം തലസ്ഥാനമാക്കി ദീർഘകാലം ഭരണം നടത്തി. നരകാസുരൻ ദേവലോകം ആക്രമിച്ച് ദേവമാതാവായ അദിതിയുടെ കുണ്ഡലങ്ങളും വരുണന്റെ വെൺകൊറ്റക്കുടയും കരസ്ഥമാക്കുകയുണ്ടായി. ഇന്ദ്രന്റെ അപേക്ഷപ്രകാരം ശ്രീകൃഷ്ണൻ സത്യഭാമാസമേതം ഗരുഡാരൂഢനായി പ്രാഗ്ജ്യോതിഷത്തിലെത്തി യുദ്ധം ചെയ്ത് നരകനെ വധിച്ചു. നരകന്റെ നാരായണാസ്ത്രം പുത്രനായ ഭഗത്തിന് ലഭിച്ചു. നരകൻ തടവിൽ പാർപ്പിച്ചിരുന്ന 16,000 രാജകന്യകമാരെ ശ്രീകൃഷ്ണൻ പത്നിമാരായി സ്വീകരിച്ചു. ഇവർ നരകാസുരന്റെ പുത്രിമാരായിരുന്നുവെന്നും ചില പുരാണ ഗ്രന്ഥങ്ങളിൽ പരാമർശമുണ്ട്. നരകാസുരവധത്തിന്റെ സ്മരണാർത്ഥമാണ് ദീപാവലി ആഘോഷം എന്നാണ് ഒരു ഐതിഹ്യം.